ഓണത്തോടനുബന്ധിച്ച കൊച്ചി നഗരത്തിൽ ലഹരി പരിശോധന പോലീസും എക്സൈസും കർശനമാക്കിയെന്ന വാർത്ത 2 ദിവസങ്ങൾക്കിടെ ലഹരി വസ്തുക്കളുമായി 6 പേർ കസ്റ്റഡിയിലായി. 100 ഗ്രാം MDMA-യും 3 കിലോ കഞ്ചാവും പിടികൂടി. ഇടപ്പള്ളിയിൽ 57 ഗ്രാം MDMA-യുമായി പാലക്കാട് സ്വദേശി പിടിയിലായിട്ടുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, ഈ ഓണക്കാല സീസണിൽ ഒരുപാട് MDMA ഒക്കെ കേരളത്തിൽ ലഹരിയൊക്കെ വിറ്റഴിക്കാൻ ശ്രമം നടക്കും. അതിനെതിരെ കർക്കശമായി നമ്മുടെ സർക്കാർ വകുപ്പുകൾ നീങ്ങുന്നു എന്നറിയുമ്പോൾ സന്തോഷം. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഓണത്തിൽ ഈ ലഹരി ഉപയോഗം വർദ്ധിക്കും എന്നുള്ള കാര്യം നേരത്തെ തന്നെ എക്സൈസ് വ്യക്തമാക്കിയതാണ്, പോലീസും വ്യക്തമാക്കിയതാണ്. അതിന് മുന്നോടിയായി പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസത്തെ കണക്കാണ് കൊച്ചിയിൽ നിന്ന് വരുന്നത്. അത് 100 ഗ്രാം MDMA, 3 കിലോ കഞ്ചാവ്, മറ്റ് ലഹരി വസ്തുക്കൾ ഒക്കെ പിടികൂടിയിട്ടുണ്ട്. 6 പേർ, ഒരു വനിതയടക്കം 6 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇന്നിപ്പോൾ പുലർച്ചെ ഇടപ്പള്ളിയിൽ നിന്നാണ് അബ്ദുൾ മെഹറൂഫ് എന്ന് പറയുന്ന പാലക്കാട് സ്വദേശിയെ 57 ഗ്രാം MDMA-യുമായി ഡാൻസ് ഓഫ് പിടികൂടിയത്. പാലക്കാട് അടക്കം ഇയാൾക്ക് NDPS കേസുകളുണ്ട്. ഇയാളെ നിലവിൽ ചേരാനല്ലൂർ പോലീസിലേക്ക് കൈമാറിയിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്നും അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്നുമൊക്കെ കഞ്ചാവും MDMA-യും എത്തിക്കാനുള്ള ശ്രമം വ്യാപകമായി നടക്കുന്നുണ്ട്. ഒരു വലിയ എമൗണ്ട് ഈ രാസലഹരി കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് എക്സൈസിന്റെയും പോലീസിന്റെയും വിലയിരുത്തൽ. ആ പശ്ചാത്തലത്തിലാണ് ഇത്തരം അറസ്റ്റുകൾ വ്യാപകമായി നടക്കുന്നത്, ആളുകളെ പിടികൂടാൻ സാധിക്കുന്നത്. എന്തായാലും ഈ 2 ദിവസങ്ങളിൽ, ഈ 2-3 ദിവസങ്ങളിലൊക്കെ വളരെ ക്രൂഷ്യലായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും. കൂടുതൽ ലഹരിക്കാർ പിടിയിലാകും എന്നാണ് ഇവർ പങ്കുവെക്കുന്നത്. എല്ലായിടങ്ങളിലും ഈ ലഹരിയെക്കുറിച്ച് വിവരമുള്ള ആളുകളൊക്കെ ഉടൻ തന്നെ എക്സൈസിനെയും പോലീസിനെയും ഈ വിവരങ്ങൾ കൈമാറണം. ആരും മറച്ചു വെക്കരുത്, ഭയപ്പെട്ടുകൊണ്ടിരിക്കരുത് എന്ന കാര്യങ്ങളൊക്കെ കൂടി പോലീസും എക്സൈസും പങ്കുവെക്കുന്നുണ്ട്. ലഹരി മുക്തമായൊരു ഓണം അത് നമുക്ക് വേണം. അതിനുവേണ്ടി എല്ലാവരും കൈകോർക്കണം എന്നാണ് ഈ ഏജൻസികളൊക്കെ വ്യക്തമാക്കുന്നത്.